കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അവരുടെ പ്രോട്ടീൻ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെയ്താൽ ആ കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതൊരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് മീനില്ലാത്തൊക്കെ ദിവസത്തേക്ക് നമുക്ക് ഈ കറി ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് 100% സക്സസ് ആണ്. ഒരു ടൈമെങ്കിലും മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വലിയ നഷ്ടമായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ കറിയാണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പൊ നമുക്ക് തയ്യാറാക്കണ്ടേ. അപ്പൊ അതിനായി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ മാർക്കറ്റിൽ പോയി മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ആഹാ ഗൈസ്, ഈ പാത്രത്തിൽ ഒന്നും അറിയത്തില്ല, ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാം തൊലിച്ച് വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രഷ് ആയിട്ട് കഴുകി എടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് കട്ട് ചെയ്യലാണ്. ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടുത്തതായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. അപ്പൊ നമ്മൾ സവാള രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇച്ചിരി കട്ടിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. രണ്ടാമത് നമ്മൾ ഇച്ചിരി നൈസായിട്ടും കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ അടുത്തതായിട്ട് അരിയുന്നത് ബീൻസ് ആണ്. നമ്മൾ ബീൻസ് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ അരിയാൻ പോകുന്നത് ക്യാരറ്റ് ആണ്. നമ്മൾ ക്യാരറ്റ് ഒരു നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് അരിയുന്നത് ക്യാപ്സിക്കം ആണ്. നമ്മൾ ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് അരിയുന്നത് കോവയ്ക്കയാണ്. നമ്മൾ കോവയ്ക്ക റൗണ്ട് പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെലൈക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക. അതിന്റെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തേക്ക് ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞപ്പൊടിയുമാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പത്തേക്കും നമുക്ക് ഉള്ളി ഒന്ന് വഴട്ടിയെടുക്കാം. അതിനെ ഒരു ചട്ടി വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുനുകുന അരിഞ്ഞ സവാളയാണ്. സവാള ഇത് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോവയ്ക്ക, ക്യാപ്സിക്കം, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഒന്ന് വഴന്നു വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 4 തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. ഇതിന്റെ പച്ചമണം മാറി കിട്ടുന്നതാണ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ് ഇടുന്നത്. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, സോറി ഒന്നല്ല 2 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതോടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. ഈ റെസിപ്പി മുഴുവനായിട്ട് അറിയണമെങ്കിൽ കൂട്ടുകാരെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇളക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഒരു പച്ച വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കിടക്കാച്ചി തകർപ്പൻ റെസിപ്പീസോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.